വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പരീക്ഷ എങ്ങനെ നന്നായി എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റാങ്കിൽ എത്താം. അതിന് ഏതൊക്കെ ഘട്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം. അതിപ്പോൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, അതായത് 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, 7th ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലുള്ള എക്സാമുകളായാലും നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതണമെന്നും അത് എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റാങ്കിൽ എത്താൻ വേണ്ടി ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവസാനം വരെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ക്ലാസ്സിൽ ആദ്യം തന്നെ ടീച്ചർ പറയാൻ പോകുന്നത്, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് ആ എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഏത് എക്സാം എഴുതാൻ പോണേ, ഡിഗ്രി ലെവൽ എക്സാം ആണോ, അല്ലെങ്കിൽ +2 ലെവലാണോ, അല്ലെങ്കിൽ 10th ലെവലാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് പോലെയുള്ള എക്സാമുകളാണോ, ഏത് എക്സാം ആണ് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഏറ്റവും, ഞാൻ ഇനി ഒരു ഡിഗ്രി ഉള്ള ആളാണ് അല്ലെങ്കിൽ PG ഉള്ള ആളാണ്, എനിക്ക് ഈ എക്സാമുകളിൽ കൂടെ ഒക്കെ കടന്നു പോകാൻ പറ്റും. പക്ഷെ എൻ്റെ മുന്നിൽ ഏതാണ് എക്സാം ആദ്യം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏതിൽ, ഇപ്പോൾ എൻ്റെ മുന്നിൽ എക്സാം വരുന്നത് വേറൊരെണ്ണായിരിക്കാം, പക്ഷെ ലക്ഷ്യം വെക്കുന്നത് വേറൊരെണ്ണായിരിക്കാം അല്ലെ. അപ്പൊ ഏതാണ് എൻ്റെ ലക്ഷ്യം, അത് നമ്മൾ ആദ്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എക്സാമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്ന എക്സാമിനാണ് ഞാൻ പഠിക്കുന്നത്, എനിക്ക് ഇത് മതി, എനിക്കൊരു LD ക്ലർക്ക് ആയാൽ മതി എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോണേന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു LD ക്ലർക്ക് എക്സാം ആണ് ഞാൻ എൻ്റെ ലക്ഷ്യം വെക്കുന്നത്. ആ LD ക്ലർക്കിന് എങ്ങനെയാണ്, പ്രിലിംസും മെയിൻസും ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളോ, ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി സാധാരണ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് പോലെയുള്ള എക്സാമുകളാണെങ്കിൽ പ്രിലിംസ് മെയിൻസ് ഉണ്ടെങ്കിലും അതിന്റെ സിലബസിലൊന്നും വലിയ രീതിയിലുള്ള മാറ്റില്ല മക്കളെ, അതൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ മെയിൻസ് ഉദ്ദേശിച്ച് പഠിക്കുക, പ്രിലിംസ് മെയിൻസ് നമുക്ക് കിട്ടും, അങ്ങനെയാണ് ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള എക്സാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എക്സാമുകളുടെ രീതി വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രിലിംസ് ഉണ്ടോ അല്ലെങ്കിൽ മെയിൻസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ പ്രിലിംസ് ഉള്ള എക്സാം ആണെങ്കിൽ പ്രിലിംസിനെ കൃത്യമായി മനസ്സിലാക്കുക. അതിന്റെ സിലബസ് എന്താണ് ക്ലിയർ ആയിട്ട് നമ്മൾ ആ സിലബസ്, ഇപ്പോൾ ഡിഗ്രി ലെവൽ അങ്ങനെയുള്ള എക്സാമുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് വരും പ്രിലിംസും മെയിൻസും തമ്മിൽ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രിലിംസിന്റെ സിലബസ് ക്ലിയർ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുക. അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻസിന്റെ, അപ്പൊ ആദ്യം നമ്മൾ എന്തിനു പഠിക്കണം, പ്രിലിംസിന് വേണ്ടി പഠിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ഇനി അടുത്തതോ, അപ്പൊ സിലബസ് ഒക്കെ കളക്ട് ചെയ്തു, ഇത്രയാണ് സിലബസ്. അടുത്ത എന്താണ്, മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, അതിനുള്ള സോഴ്സ് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് പല സോഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കണം, ഫ്രഷ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ്, അത്തരം കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഓഫ്ലൈൻ ആയിട്ട് എനിക്ക് പോയി പഠിച്ച് തന്നെ ജോലി നേടണം എന്നുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് പോകണം വരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് വീട്ടിലൊരു മുറിയിലിരുന്ന് അങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് എന്താണ്, ഓൺലൈൻ ആയിട്ടുള്ള പല ആപ്പുകളിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാം, അല്ല യൂട്യൂബിൽ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന പല രീതിയിലുള്ളതുണ്ട് അങ്ങനെ. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് സെലക്ട് ചെയ്യും, ചിലർ ഓൺലൈൻ ഉണ്ടാവും. ചില ആൾക്കാർ ഒരു പ്രശ്നമുണ്ട്, ചിലരൊരു റാങ്ക് ഫയൽ എടുക്കും, എന്നിട്ട് ആ റാങ്ക് ഫയൽ പഠിക്കും. പക്ഷെ അതിനോട് ടീച്ചർ യോജിക്കില്ല. അതായത് ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതി ജോലി കിട്ടും എന്നുള്ളതിനോട് ഞാൻ യോജിക്കില്ല. അത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും കൂടെ നമുക്ക് കിട്ടണം. അപ്പൊ ആ ഗൈഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഓൺലൈനോ ഓഫ്ലൈനോ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിനൊപ്പം തന്നെ എന്തും കൂടെ ചെയ്യുക, ഒരു റാങ്ക് ഫയലും കൂടി, അവരുടെ ആ ക്ലാസ്സിനൊപ്പം തന്നെ ഒരു റാങ്ക് ഫയലും കൂടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റാങ്ക് ഫയൽ നമ്മളൊരു സ്ഥലത്ത് പോയി വാങ്ങിച്ചു കേട്ടോ, ഒരു ബുക്ക് സ്റ്റോളിൽ പോയി വാങ്ങിച്ച് അങ്ങനെ ആ റാങ്ക് ഫയൽ വാങ്ങിച്ച് പകുതി ഒരു 10-200 പേജ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് വേറൊരു റാങ്ക് ഫയൽ വന്നു. വേണ്ട, ആദ്യം തന്നെ നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്ത് ഏറ്റവും നല്ല റാങ്ക് ഫയൽ കളക്ട് ചെയ്ത് അതിനുശേഷം അത് മാത്രം ഫോളോ ചെയ്യുക. പലത് നമ്മൾ എന്താ പറയുന്നത്, 2-3 വള്ളത്തിൽ കാലിടാതിരിക്കുക, അത് നമുക്ക് നല്ലതല്ല. ഇനി ഇത് തന്നെയാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി പഠിപ്പിച്ചു, അവിടെ പഠിച്ചു, അങ്ങനെയുള്ള രീതിയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ബ്രില്യൻസിലും ടാലന്റിലും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, അപ്പൊ അവിടെ കുട്ടികൾ വരുന്നു, അവർക്ക് കൃത്യമായിട്ട് ഒരു സിലബസ് ഫോളോ ചെയ്ത് കൊടുക്കുന്നു, അവരുടെ ഒരു റാങ്ക് ഫയൽ ഉണ്ട്, അത് നോക്കി അവർ പഠിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യുന്നു. അങ്ങനെയുള്ള മെത്തേഡിൽ പോകുമ്പോൾ നല്ലൊരു ഓഫ്ലൈൻ രീതിയിൽ അവർ പോകും. ഇനി ഇവരുടെ തന്നെ എന്തുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അവിടെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. എന്താണ്, ഇവർക്ക് കൃത്യമായിട്ട് സിലബസ് കൊടുക്കും, സിലബസ് കൊടുത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ
ഇവരെ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും, കറണ്ട് അഫയേഴ്സ് കൊടുക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ ഒരു റാങ്ക് ഫെയിൽ മാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസോ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും പറ്റണില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ റാങ്ക് ഫെയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്, ഒരു ക്ലാസ്സും കൂടെ ചെയ്യണം. പിന്നെ അടുത്തത് നമ്മളൊരു ഓൺലൈൻ ക്ലാസ് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ആപ്പിലൊക്കെ കാശൊക്കെ കൊടുക്കണം, പിന്നെ ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, ഓൺലൈൻ ക്ലാസ് ആണ്. ഒരു ടീച്ചർ ക്ലാസ് കണ്ടു, ആ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ആ ക്ലാസ് ഫോളോ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ടീച്ചറുടെ ക്ലാസ് കണ്ടു, അപ്പൊ ഇത് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ നിങ്ങൾ ഒരു ടോപ്പിക്കിനെ നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ് കാണും. ആ ക്ലാസ് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിലർക്ക് നല്ല കഴിവുണ്ടാവും. അപ്പൊ അങ്ങനെ അവരെ ആ ടോപ്പിക്കിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് മൊത്തം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർ തന്നെ അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് ആയിട്ട് നമ്മൾ കുറേ മെറ്റീരിയൽസ് പലരിൽ നിന്നും കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു എന്നുള്ളതിൽ മാത്രം കാര്യമില്ലല്ലോ. അത് നന്നായി പഠിച്ചത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റണ്ടേ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും കൂടി നിങ്ങൾ കൈയിട്ട് വാരാണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു. ഇനി അടുത്തത് നാലാമത്തെ കാര്യം, നമ്മൾ ഭംഗിയായിട്ട് അങ്ങനെ പഠനമൊക്കെ തുടങ്ങി അങ്ങനെ പഠിച്ചു പോകും. ഇപ്പോൾ ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞ് ആ കുട്ടി ഇങ്ങനെ പഠിച്ചു പോവാട്ടോ. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ പെൺകുട്ടികളാണെന്ന് ഇരിക്കട്ടെ, അവരുടെ എന്താണ് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നാ പഠിക്കാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ പോയി, ഒരു എക്സാം എഴുതി. അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭംഗിയായിട്ട് ഒരു എക്സാം എഴുതി. അപ്പൊ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പരീക്ഷയെ കുറിച്ചൊക്കെ ഒരു ധാരണയായി. നമ്മളിപ്പോ ലിസ്റ്റിൽ എത്തിയോ, ചിലപ്പോൾ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അവസാന ഘട്ടത്തിലായിരിക്കും. ചിലർ ആദ്യം തന്നെ നല്ല റാങ്കിൽ എത്തിയിട്ടുണ്ടാവാം, ചിലർ എന്താണ് തുടക്കത്തിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല ജോലി കിട്ടും എന്നുള്ളത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ വെച്ചത് അവസാനിപ്പിക്കും. പിന്നെ ഇനി എന്താണെന്നറിയോ, ഇനി അടുത്തൊരു പരീക്ഷ വരുമ്പോഴാണ് പിന്നെ അവർ വീണ്ടും പഠിക്കാൻ പോണത്. അപ്പം വലിയൊരു ബ്രേക്ക് നമുക്ക് വരും. ഈ ബ്രേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും LKG കൊണ്ടിരുത്തിയ പോലെയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ബ്രേക്ക് എടുക്കരുത്. ഒരു പരീക്ഷ കഴിഞ്ഞോട്ടെ, അടുത്ത പരീക്ഷകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഏത് പരീക്ഷ ആയിക്കോട്ടെ, വളരെ എന്താ പറയണത്, പേയ്മെന്റ് കുറവുള്ള പരീക്ഷ ആയിക്കോട്ടെ, എത്രയും വലിയ പരീക്ഷ, എല്ലാ പരീക്ഷകളും ഒരേ ഗൗരവത്തോടു കൂടി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോയി നമ്മൾ എപ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അതുവരെ നമ്മുടെ പഠനം തുടർന്നുകൊണ്ട് പോവുക. അപ്പോ നമ്മൾ തുടങ്ങി വെച്ച പഠനം അതേ രീതിയിൽ അതേ ചൂടോടുകൂടി മുന്നോട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു കൊല്ലം കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് പഠനം എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയാവുകയും ചെയ്യും. നമ്മൾക്ക് എല്ലാ എക്സാമുകൾ നന്നായിട്ട് എഴുതാനും കുറേയധികം നമ്മൾ കേട്ടിട്ടില്ലേ, ചില കുട്ടികൾ 30, 32 അല്ലെങ്കിൽ 18, 20 ഒക്കെ റാങ്ക് ലിസ്റ്റിൽ നല്ല നല്ല റാങ്കുകളിൽ ഇടം നേടി അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ സാധിക്കണമെങ്കിൽ ബ്രേക്ക് ഇല്ലാതെ ഭംഗിയായിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏത് പരീക്ഷയാണ് എഴുതണ്ടേ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് തീരുമാനിക്കുക. അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതിന്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ക്ലാസ്, ഓൺലൈനോ ഓഫ്ലൈനോ അങ്ങനെയുള്ള ഏത് ക്ലാസ് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഗൈഡൻസോട് കൂടി ഒരു റാങ്ക് ഫയലോട് കൂടി മുന്നോട്ട് പോവുക. ഒരു പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എടുക്കാതെ അടുത്ത പരീക്ഷ, അതായത് നമ്മുടെ ലക്ഷ്യം നേടണ വരെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടേ പോവുക. ഇനി ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് തന്നെയാണ്, നമ്മൾ നെഗറ്റീവ് കമന്റ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നെഗറ്റീവായിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, വീട്ടിലുള്ളവരാവാം. ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല രീതി, എല്ലാവർക്കും അത് പ്രാവർത്തികമാവില്ല, പ്രാവർത്തികമായി ആവാത്ത ആൾക്കാർ, അതായത് ഇപ്പോൾ മാരേജ് കഴിഞ്ഞ ആൾക്കാർക്കൊന്നും നിവൃത്തിയില്ല. ഞാൻ പറയും, അതായത് നമ്മൾ ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. എന്തിനു വേണ്ടിയിട്ട്? PSCക്ക് വേണ്ടിയിട്ട്, ഡിഗ്രിക്ക് റാങ്ക് കിട്ടി എന്നുള്ളതിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതായത് ഇപ്പൊ ഡിഗ്രിക്ക് റാങ്ക് അല്ലെങ്കിൽ PGക്ക് റാങ്ക് അതൊക്കെ കിട്ടി നമ്മൾ വീട്ടിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും മാത്രം എടുത്തു വെച്ച് മക്കളെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി അപ്പൊ പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വഴിക്ക് നമ്മുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിവാഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വിവാഹവും കാര്യങ്ങളൊക്കെ വരും. അതെന്താ ഞാൻ പറയാനുള്ള കാരണം, ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഇപ്പോ
ബുദ്ധമതവും ജൈനമതവും ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ പറയും, അതായത് ഇപ്പോൾ ശ്രീബുദ്ധനൊക്കെ ആണെങ്കിലും അവർക്ക് ബോധോദയം ലഭിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ലൗകിക ജീവിതം പൂർണ്ണമായിട്ടും വെടിയുക, നിങ്ങൾ എന്താ പറയുക, അഷ്ടാംഗ മാർഗങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ടീച്ചറുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, ടീച്ചർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ആയല്ലോ, അപ്പോൾ ടീച്ചർക്ക് ഇനി അത് പറയാം, അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. പല കുട്ടികളിലും കാണുന്നതാണ്. അതായത് നമ്മൾ മാരേജ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ സ്വന്തം വീടല്ല, നമുക്ക് ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാവും. വയസ്സായവരുണ്ടാവും, അവരെ നോക്കേണ്ടി വരും. അപ്പോൾ ഒപ്പം നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് പഠിത്തത്തിന് ഗൗരവം അറിയുന്ന ആൾക്കാരാവണമെന്നില്ല, അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ജോലി കിട്ടിയിട്ടാ പോണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടും ഭംഗിയായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ഉള്ളവരും അതുപോലെ തന്നെ വീട്ടിൽ അച്ഛനമ്മമാരുള്ളവരായിട്ടുള്ള ധാരാളം കുട്ടികളെയും എനിക്കറിയാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു 90% ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു 10% അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്തതും ഉണ്ടാവും, ഇല്ല എന്ന് പറയില്ല. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആരോടും അറിയിക്കരുത്. ഇതൊരു പരസ്യം നടത്തേണ്ട കാര്യമൊന്നുമല്ല, ലേലം വിളിക്കേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ PSCക്ക് പഠിക്കാൻ പോകണു, അല്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷ എഴുതി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ പരീക്ഷ, എന്തിനാന്ന് പറയണേ? ജോലി കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ. മുന്നേ കൂട്ടി അവിടെ ഒരു പരസ്യം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു പ്രോഡക്റ്റിന്റെ വിൽപ്പനയൊന്നല്ലല്ലോ നമ്മളിവിടെ നടത്തണേ. അപ്പൊ നിങ്ങൾ മുന്നേ കൂട്ടി ആരും ഇത് അറിയിക്കേണ്ട കാര്യമില്ല, ആരും അറിയിക്കണ്ട. അറിയിക്കാണ്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നിവൃത്തിയില്ല, നമ്മൾ അറിയും പോകുമ്പോൾ. ഇനി ഓൺലൈനാണെങ്കിൽ ഇപ്പൊ ഇത് ആരറിയാൻ പോണേ? ഭംഗിയായിട്ട് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്തുകൂടെ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പേര് അറിയായിരിക്കും, പക്ഷെ പുറമെയുള്ള ആൾക്കാർക്ക്, അയൽവക്കക്കാർക്കോ നാട്ടുകാർക്കോ അത് പറയാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഇതുവരെ ജോലി ആയില്ലേ മോളെ, ഏതെങ്കിലും ലിസ്റ്റിലായില്ലേ മോളെ, അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടിയല്ലോ മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണേക്കാൾ നമ്മൾ പറയാതിരിക്കുന്ന നല്ലത്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അവസാനം പറയേണ്ട കാര്യം, ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചാലും നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്താ പറയാ, നമുക്ക് ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ ആരാണോ നിങ്ങൾ വിശ്വസിക്കണ അവരിൽ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട ജോലി ക്ലിയർ ആയിട്ട് ചെയ്യുക, അതേ രീതിയിൽ ഭംഗിയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതെല്ലാം കൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. യാതൊരു സംശയമില്ല മക്കളെ. നമ്മൾ എന്താ പകുതിയിൽ വെച്ച് നമ്മൾ അവസാനിപ്പിച്ച് തിരിഞ്ഞു പോയി. കുറെ നാളിങ്ങനെ 40-45 വയസ്സായിട്ട് പിന്നെ അവർക്ക് കിട്ടിയില്ലോ, എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയില്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടണ നല്ല നല്ല അവസരങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. ഏത് എക്സാം ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് പലതും വരുന്നുണ്ട് അല്ലേ? ബെബ്കോ വരുന്നുണ്ട്, ലാസ്റ്റ് ഗ്രേഡ് വരുന്നുണ്ട്, അങ്ങനെ കുറെ എക്സാമുകൾ വരുന്നുണ്ട്. അപ്പൊ ഏത് എക്സാം വേണമെങ്കിൽ ആയിക്കോട്ടെ, എന്താണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. ആ വഴി നിങ്ങൾ ഭംഗിയായിട്ട് വെട്ടിയിടുക. ഒരു പ്രാവശ്യം വഴി വെട്ടിയാൽ മാത്രം പോരാ, ആ വഴി വെട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ്, നമ്മളത് വഴി വെട്ടി ചെത്തി വെടുപ്പാക്കി കൈക്കോട്ടൊക്കെ എടുത്ത് വെട്ടി വെടുപ്പാക്കി നമ്മൾ സ്ഥിരമായിട്ട് നടന്നു പോകുകയാണെങ്കിൽ ആ വഴി ഭംഗിയായിട്ട് പുല്ലില്ലാണ്ട് പോകും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അവിടെ അടിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഓരോ വരുന്ന പുല്ല്, പതുക്കെ വരുന്ന പുല്ലുകളൊക്കെ നമ്മൾ അതൊക്കെ പറിച്ചു കളയുന്നു. അങ്ങനെയാകുമ്പോൾ അത് ഭംഗിയായിട്ട് ആ വഴി അങ്ങനെ കിടക്കും. ഇനി അതല്ല, നമ്മൾ ഒരു പ്രാവശ്യം ചെത്തി, ഇനി ആ ഭാഗത്തേക്ക് പോണില്ല എന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഒരു പരീക്ഷ കഴിഞ്ഞ് പോയില്ല വെച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാട് വന്ന് നിറയും. അപ്പൊ നമ്മൾ വീണ്ടും ഈ എടുത്ത പണി മുഴുവൻ വീണ്ടും എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഘട്ടത്തിലെ കൂടെ കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയണത്. അപ്പൊ എന്നും ക്ലാസ് എടുക്കാന്നുള്ളതിൽ മാറി ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ക്ലാസ്സുകളായിട്ട് വരാനാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ഏകദേശം ക്ലാസ്സുകൾ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന്റെ കോഴ്സ് നമ്മുടെ 100 days ചലഞ്ച് തുടങ്ങിയത് നമ്മൾ ഏകദേശം ഭംഗിയായിട്ട് ഒരു വിധം വരെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ അത് തീരും. അത് തീർന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും അങ്ങനെയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ CRTയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ഇത്തരം ഒരു ക്ലാസ്സും കൂടെ തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഭംഗിയായിട്ട് ആഗ്രഹിക്കുന്ന ജോലി നേടാൻ സാധിക്കണമെങ്കിൽ ഇത്തരം നല്ല കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാലേ സാധിക്കുള്ളൂ. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിൻ്റെ ഒരു ക്ലാസ് ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം.